അപ്പോൾ എഗ് ഫ്രൈഡ് റൈസിന് എന്തൊക്കെയാണ് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയാം. ഇത് 5 മുട്ട പൊട്ടിച്ച് പിന്നെ ഉപ്പും പെപ്പറും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ സ്പ്രിംഗ് ഓണിയനാണ്. സ്പ്രിംഗ് ഓണിയൻ ഞാൻ മുറിക്കുന്നതിന് മുമ്പ് കാണിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ. അത് എനിക്ക് വെയിറ്റ് ഓർമ്മയില്ല, എന്താ പറയുക, ഒരു കെട്ടായിട്ടാണ് കിട്ടുക. അത് അങ്ങനെ നമ്മൾ എത്ര അരി എടുക്കുന്നോ അതിന് ഇതായിട്ട് എടുക്കാം. സവാള കുറച്ച് വലിയ സൈസ് 2 സവാള കുറുക അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു ബൾബ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുൾ വെളുത്തുള്ളിയാണ് ഇത്. തുള്ളി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് വട്ടത്തിൽ. പിന്നെ എരിവിന് ആവശ്യത്തിന് വേറെ ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ, ഇനി ഇതിൽ കുറച്ച് കുരുമുളക് ഇടും പിന്നെയും എല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ. അപ്പോൾ കുറച്ച് കുരുമുളകും കൂടി കൂടാതെ ഒരു 4-5 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ. അത് എരിവിന് അനുസരിച്ച് തീരുമാനിക്കാം പച്ചമുളക്. ഞാൻ ഇത് ചെറിയ സൈസ് പച്ചമുളക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് 4-5 എടുക്കാം. അതുകൂടാതെ സോയാ സോസ് വന്ന് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ഓയിൽ, അതെന്ത് എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നത്. ഓളിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ബെസ്റ്റ്. എനിക്കിപ്പോൾ ഓളിവ് ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന കനോല ഓയിലാണ് ഉപയോഗിക്കാൻ വന്നത്. ഉപ്പ്. പിന്നെ ഇവിടെ കാണാത്തത് ചോറ് ഞാൻ ക്യാപ്സിക്കം ഉണ്ട്. ക്യാപ്സിക്കം എന്ന് വെച്ചാൽ ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അരിഞ്ഞു വെക്കണം, ഇത് ഇത്രയും വലുതായിട്ട് അരിഞ്ഞു വെക്കണം. പിന്നെ ചോറ് വന്നിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബാസ്മതി റൈസ് അരി വാർത്തിട്ട് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. സ്റ്റവ് ഓൺ ചെയ്തു. ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളുത്തുള്ളി ആദ്യം ഇടുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആകുമ്പോൾ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഫ്രൈ ആയപ്പോൾ ഈ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് മുട്ടയിൽ ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പും പെപ്പറും ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഉപ്പ് വന്നിട്ട് ഉപ്പിൻ്റെ പ്രപ്പോർഷൻ 1/1 ആയിട്ട് ആഡ് ചെയ്യണം. ആദ്യം മുട്ടയിൽ കുറച്ച് ആഡ് ചെയ്തു, പിന്നെ സവാള ഇതിൽ കുറച്ച് ഉപ്പ്, അതുകൂടാതെ പിന്നെ വെജിറ്റബിൾ ഇടുന്നില്ല, ക്യാപ്സിക്കം ഒക്കെ ഇടുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് ഉപ്പ്. അത് ശരിക്കും ഓർമ്മിച്ചിട്ട് ഇടണം, അത് എത്രയാണ് നമ്മൾ ചേർക്കുന്നുള്ളത് അളവ് കൂടാതെ. അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ ചേർത്തിട്ട് പിന്നെ വെജിറ്റബിൾ ഇടുമ്പോൾ ആവശ്യമില്ല ഉപ്പ് ഇടേണ്ടത്. അതുകൊണ്ട് ഞാൻ ഇത്ര ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഉള്ളി ഒന്ന് ഫ്രൈ ആകുമ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ ഉള്ളി ഒന്ന് വേഗം ഫ്രൈ ആയി കിട്ടും. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഇതൊരു കുക്കറിയിൽ പറഞ്ഞ ഓർമ്മയാണ്. ജസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഉള്ളി ഫ്രൈ ആയി. അപ്പോൾ ക്യാപ്സിക്കം ഇടുന്നതിന് മുമ്പ് ആ പച്ചമുളക് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉള്ളി ഫ്രൈ ആയി. ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് വേവാൻ വേണ്ടി അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് സമയം വേണ്ടി ഒരു ക്യാപ്സിക്കം വേവാൻ, അതുകൊണ്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ക്യാപ്സിക്കം കുറച്ചേ വെന്തിട്ടുള്ളൂ, നല്ലോണം വെന്തുവിടാം ക്യാപ്സിക്കം. എന്നിട്ട് ഈ സ്പ്രിംഗ് ഓണിയൻ ഞാനിപ്പോൾ ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതും പെട്ടെന്ന് വേവുന്ന സാധനമാണ്. കുറച്ച് സമയം ഇത് ഇളക്കിയിട്ട് പിന്നെ പെപ്പർ കുറച്ച്, പിന്നെ സോയാ സോസ് ആഡ് ചെയ്തിട്ട് മുട്ട ഒഴിച്ച് കൊടുക്കാം. അപ്പം ഞാനിതിൽ കുറച്ച് പെപ്പർ ആഡ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ മറ്റേ മുട്ടയിൽ കുറച്ച് ആഡ് ചെയ്തുകൊണ്ട് ഇതൊരു ചെറിയ ഒരു 1/4 സ്പൂൺ മതി. അത് എരിവിനനുസരിച്ച് തീരുമാനിച്ചാൽ മതി. ഒരു 1 സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മുട്ട ബീറ്റ് ചെയ്ത് വെച്ചത് ഇതിൽ ആഡ് ചെയ്ത് വെക്കണം. ഇപ്പോൾ സോൾട്ട് കുറച്ചും പെപ്പറും കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് വെച്ച് മുട്ട ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 കപ്സ് റൈസാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഞാൻ 5 eggs ആണ്, 5 മുട്ടയാണ് അതിന്. അപ്പോൾ ഇതിൽ വേറെ ഒരു പ്രത്യേകത വെച്ചാൽ മുട്ട നല്ലോണം വെന്തിടാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ചോറിട്ട് ഇളക്കണം ഇതിൽ തന്നെ. അപ്പോൾ ചോറ് മിക്സ് ആവുന്ന ഗ്യാപ്പിൽ ആ മുട്ട വെന്തോളും. മുട്ട വെന്തതിന് ശേഷം ഇടുമ്പോൾ ചോറൊന്നും ഇങ്ങനെ മിക്സായി വരില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ചോറ് ഇതിലിട്ടിട്ട് മിക്സാക്കി കൊടുക്കാം. ബാസ്മതി റൈസ് വാർത്തിട്ട് തണുപ്പിച്ച ചോറാണ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ആദ്യം മുട്ടയിൽ ഉപ്പും പെപ്പറും ആഡ് ചെയ്തിരുന്നു പറഞ്ഞു. പിന്നെ സവാള ഇടുമ്പോൾ ബാക്കി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിരുന്നു. പിന്നെ ഇതിപ്പോൾ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെ വേണമെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യം കാണിച്ച ഇൻഗ്രീഡിയൻസിൽ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ നെയ്യ്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ കുറച്ച് ഇതിന് നെയ്യ് ചേർക്കും. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ മണം വരാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. അപ്പോൾ ഉപ്പ് ഞാൻ നോക്കി, കുറച്ച് കുറവായിരുന്നു. ഞാൻ ഉപ്പ് ആഡ് ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതേപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. കുട്ടികളുടെ ബർത്ത്ഡേനൊക്കെ ഉണ്ടാക്കാം. അതിൻ്റെ കോമ്പിനേഷനായിട്ട് പ്രോൺ മസാല ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോൺ മസാലയുടെ ലിങ്ക് ഇടാം. കണ്ടിട്ട് ചെയ്തിട്ട് എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ്സ് തരണം. ഇനിയിപ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. കഴിഞ്ഞു. എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. അപ്പോൾ എഗ് ഫ്രൈഡ് റൈസ് ഞാൻ ഉണ്ടാക്കി കാണിച്ച പോലെ തന്നെ ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെടും എന്തായാലും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പ്രോൺ മസാലയുടെ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിന് താഴെ കൊടുക്കാം. അപ്പോൾ അതും കൂടി കോമ്പിനേഷൻ ആക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കോമ്പിനേഷനായിരിക്കും. എൻ്റെ കുട്ടികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന പോലെ ഷെയർ ചെയ്യാം. എനിക്കുള്ള കമൻറ്റ്സ് തരാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.